Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം മലയാളത്തിൽ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് വിവർത്തനങ്ങളാണ് വരുന്നത്. അപ്പോൾ വിവർത്തനങ്ങൾ എന്താണ്, വിവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. തൽഭവം, തത്സമം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉദാഹരണം പറയുക. ഉത്തരം: തൽഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പദങ്ങൾ കാലക്രമേണ രൂപം മാറിയിട്ട് മലയാളത്തിൽ വരുന്നത്. ഉദാഹരണം ദന്തം എന്ന് പറഞ്ഞ സംസ്കൃത പദമാണ്, അത് പല്ലായിട്ട് മാറും, അത് മലയാള പദം. പിന്നെ ക്ഷീരം എന്ന സംസ്കൃത പദം പാലായിട്ട് മാറിയത്. ഇനി നമുക്ക് തത്സമം എന്താണെന്ന് നോക്കാം. സംസ്കൃത പദങ്ങൾ രൂപഭേദമില്ലാതെ അതേപടി മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണം വിദ്യ, മുഖം, ഗ്രാമം എന്നിവയൊക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സയൻസിൽ ഉപയോഗിക്കുന്ന 5 സാങ്കേതിക പദങ്ങളും തത്തുല്യമായ മലയാള പദങ്ങളും എഴുതുക. ഉത്തരം: ആറ്റം, മലയാളത്തിൽ അണം എന്ന് പറയും. അതുപോലെ സെല്ല്, കോശം എന്ന് പറയും. എനർജി, ഊർജം എന്ന് പറയും. ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം. ഇലക്ട്രിസിറ്റി, വൈദ്യുതി. ഇവയൊക്കെയാണ് അതിൽ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം: യന്ത്രവിവർത്തനം എന്നാൽ എന്ത്? ഉത്തരം: ഒരു ഭാഷയിലെ വാക്കുകളോ പദങ്ങളോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനെയാണ് യന്ത്രവിവർത്തനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഇന്ന് വിവർത്തനം ദൈനംദിന ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായി തീർന്നിരിക്കുന്നു. വിശദമാക്കുക. ഉത്തരം: ഇന്ന് ലോകം ആഗോളവൽക്കരണ കാലഘട്ടത്തിലാണ്. വിവിധ ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിവർത്തനം ദൈനംദിന ജീവിതത്തിൽ അനിവാര്യ ഘടകമായി തീർന്നു. ഇത്രയാണ് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ഓൺവേർഡ്സിൽ ഉണ്ടാക്കി എഴുതാം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം: സംസ്കാരവും വിവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം: ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതി, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഭാഷ, കല, സാഹിത്യം ഇവയുടെ സമാഹാരമാണ് സംസ്കാരം. ഈ സാംസ്കാരിക ഘടകങ്ങളെ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് കൈമാറുന്നതാണ് വിവർത്തനം. അതാണ് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ആശയാനുവാദം എന്നാൽ എന്ത്? ഇതെവിടെയൊക്കെയാണ് പ്രയോജനപ്പെടാറുള്ളത്? ഉത്തരം: ഒരു ഭാഷയിലെ അല്ലെങ്കിൽ ഒരു വാചകത്തിലെ വാക്കുകൾ അതേപടി മാറ്റാതെ അതിലെ ആശയം അല്ലെങ്കിൽ അർത്ഥം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആശയാനുവാദം എന്ന് പറയുന്നത്. അത് പ്രയോജനപ്പെടുന്നത് സാഹിത്യ വിവർത്തനത്തിൽ, അതുപോലെ കഥ, നോവല്, കവിത ഇവയിലൊക്കെ വികാരവും ആശയവും നിലനിർത്താനൊക്കെ പ്രയോജനപ്പെടും. അടുത്ത ചോദ്യം: ജോൺ ഡ്രൈഡൻ വിവർത്തനത്തിന് കൽപ്പിച്ച വകഭേദങ്ങൾ ഏതെല്ലാം? മലയാളത്തിൽ നിന്ന് ചില മാതൃകകൾ നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം വരുന്നത് ജോൺ ഡ്രൈഡൻ പറഞ്ഞിട്ടുള്ളവ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് മെറ്റാഫ്രൈസ്, അതായത് വാക്കിന് വാക്ക് വരിക്ക് വരി എന്ന മട്ടിലുള്ള വിവർത്തനമാണ്. പദാനുപദ തർജ്ജമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തത് പാരാഫ്രൈസ്. പാരാഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകൃതിയുടെ രചയിതാവിനെ പിന്തുടരുമ്പോഴും വാക്കിന് വാക്ക് പിന്തുടരില്ല, പകരം അർത്ഥത്തെയാണ് പിന്തുടരുന്നത്. മൂന്നാമത്തത് ഇമിറ്റേഷൻ, അതായത് അനുകരണത്തിൽ മൂലകൃതിയുടെ വാക്കുകളെ അർത്ഥങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം വിവർത്തനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി വിവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ദ റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി, അതുപോലെ തന്നെ ഡാവിഞ്ചി കോഡൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേത് കൃതിയിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ്, പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഡാവിഞ്ചി കോഡ് എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു വിവരണം എഴുതുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അധികം 2 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അതായത് ഏത് വിവർത്തന കൃതി എന്നുള്ളതാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, സമ്മറി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അവസാനിച്ചു. ഇനി 4ാമത്തെ മൊഡ്യൂളാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്, റിവിഷൻ ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ മാത്രമേ ഉള്ളൂ അതിൽ പഠിപ്പിക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിലും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലാക്കാനായിട്ട് ആ ചാപ്റ്ററിൻ്റെ ഫുൾ സമ്മറി വായിച്ച് നോക്കണമെന്നില്ല. ആ പോയിന്റുകൾ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശദീകരിച്ച് എഴുതാം, അല്ലെങ്കിൽ ആ പോയിന്റ് മാത്രം എഴുതി വെച്ചാലും അത്യാവശ്യം മാർക്ക് കിട്ടും. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളാണ്, നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.